ഫ്രണ്ടിൻ്റെ കൂടാണ് വന്നത്. എൻ്റെ അമ്മയും വൈഫും കുട്ടിയായിട്ടൊക്കെ വീണ്ടും മുത്തശ്ശിയായിട്ടൊക്കെ വീണ്ടും പോയി കാണും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. ചാക്കോച്ചനെ മിക്ക സിനിമകളിലും സെലക്ട് ചെയ്യുന്നല്ലോ. മിക്ക സിനിമയിൽ ചാക്കോച്ചനോട് എൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കില്ല ചാക്കോച്ചൻ എൻ്റെ സിനിമയിൽ. താങ്ക് യു. ചേട്ടാ ഇവിടെ തന്നെ വേറെ
ആരെങ്കിലും മാറിക്കൊട്ടോ സീറ്റില് വരും രാഹുൽ ഈശ്വരി രാഹുൽ പടം സൂപ്പർ ഹിറ്റാണ്, അടിപൊളി. നിങ്ങളൊക്കെ പടം കണ്ടോ? പടം ഇഷ്ടപ്പെട്ടോ? കേക്കട്ടെ, ക്യാമറ ഒക്കെ തിരിച്ചു പിടിച്ചു. ഒരുപാട് സന്തോഷമായിട്ടു. നല്ല സിനിമ കണ്ടിറങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ശരിക്കും കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ വന്ന് കാണുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഷോട്ട് കണ്ടപ്പോൾ തന്നെ കണ്ണുകളൊന്നും ഈർന്നു. അതിനുശേഷം സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷത്തിൻ്റെ ഒരു കണ്ണുനീരാണ് ഇപ്പോൾ ഉള്ളത്. നല്ല അഭിപ്രായങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നു. നിങ്ങൾക്ക് തന്നെ പടം ഇഷ്ടമായെന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ജസ്റ്റ് സിനിമകളിലെ ഒരു ഫീൽ ഗുഡ് പാറ്റേൺ തന്നെ ഈ സിനിമയിലുണ്ട്. കൂടെ നടപ്പവും കാര്യങ്ങളും ഒരു പക്ക എൻ്റർടൈനർ ഫീൽ ഗുഡ് ഫിലിം തന്നെയാണ് കുമാർ ഫാൻസ്. ശ്രദ്ധിക്കുന്നുണ്ട്. വിനയ് പോട്ടും പുതുമുഖം അനാഥയും ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നാണ് സിനിമ കണ്ടത്. ഞാനും ഫാമിലിയും. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്ക് എൻ്റെ ഭാര്യ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി കണ്ടിട്ട് വളരെ നല്ല അഭിപ്രായം പറഞ്ഞു തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം. തീർച്ചയായിട്ടും നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഈ ഒരു സന്തോഷം ആൾക്കാരിലേക്ക് ഇനിയും തിയേറ്ററുകളിൽ വന്ന് നടന്ന് ആ സന്തോഷം ഇരട്ടിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണുള്ളത്. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു കോവിഡ് കാലഘട്ടത്തും ആ ഒരു അവസ്ഥ മറികടന്ന ആൾക്കാർ വന്നിരുന്ന് ചിരിക്കുന്നത് കാണുന്ന ഒരു ഭയങ്കര മനസ്സിന് സുഖം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിൻ്റെ സുഖം, മനസ്സിൻ്റെ ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും പകരട്ടെ എന്ന് താങ്ക് യു വെരി മച്ച്. ഇതാണ് പുതിയ ഭയങ്കര സന്തോഷം. എല്ലായിടത്തും റെസ്പോൺസാണ് കിട്ടുന്നത്. ഭയങ്കര ഹാപ്പി, ഒന്നും പറയാനില്ല. എന്താ പറയുക, ഞാൻ ഭയങ്കര ഒരു ഹാപ്പിനെസ്സിലിട്ടാണ്. ഒന്നും പറയാൻ പറ്റുന്നത്. ഫസ്റ്റ് മൂവിയാണ്, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ കാണുക, ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. ഭയങ്കര ഹാപ്പി. എല്ലാവരും മൂവി കാണുക, ഇനി കാണാത്തവർ പോയി കാണുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. ഭയങ്കര താങ്ക് യു സോ മച്ച്. ഡയറക്ടർ പറയും. 2.5 വർഷമായി ഈ സിനിമയുടെ ജോലി തുടങ്ങിയിട്ട് അല്ലേ. അപ്പോൾ അത് ഇങ്ങനെ പൂർത്തീകരിച്ച് എല്ലാവരും ഞങ്ങൾ പ്രൊമോഷൻസിലെല്ലാം ഞങ്ങൾ പ്രോമിസ് ചെയ്തിരുന്നത് ഇത് ചിരി ഉറപ്പ് തരുന്ന സിനിമ എന്നുള്ളതായിരുന്നു. 100% നിങ്ങളെല്ലാവരും കേട്ട തിയേറ്ററിലെ മുഴങ്ങുന്ന ചിരികൾ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഇതിൻ്റെ കഥ എൻ്റെ കയ്യിലേക്ക് എന്നെ വിശ്വസിച്ച് വെച്ച് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപി ആൻഡ് സഞ്ജയ്, അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അതേപോലെ ഈ നല്ല സിനിമയുടെ ഒപ്പം നിന്ന് ചാക്കോച്ചനും സിദ്ദിഖും മുകേഷേട്ടൻ ശ്രീനിയേട്ടൻ അങ്ങനെ നീണ്ട ഒരു നിര തന്നെയുണ്ട്. പിന്നെ മാജിക് ഫ്രെയിംസ് എന്ന് പറയുന്ന നല്ല സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന
ഒരു നിർമ്മാണ കമ്പനി ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ചുമതലയിലുള്ള ഈ കമ്പനി ഞങ്ങളെ വിശ്വസിച്ചതിലും ഒരുപാട് സന്തോഷം. മറ്റൊന്നും പറയാനില്ല. താങ്ക് യു. നമ്മൾ കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് എപ്പോഴും നല്ല സ്ഥലങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. നല്ല സ്ഥലങ്ങളെന്ന് പറയുന്നത് എപ്പോഴും നന്മയുള്ള മനുഷ്യരുള്ള സ്ഥലങ്ങളാണ്. ഒരുപാട് ചിരിക്കാൻ നൽകുന്ന, ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള, ഒരുപാട് നാളിന് ശേഷം, ഒരുപാട് പറഞ്ഞാൽ ഏകദേശം 1-2 വർഷത്തിന് ശേഷം നമ്മൾ അത്തരത്തിലുള്ളൊരു സിനിമയാണ്. ഈ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം ഇതിൽ പ്രവർത്തിച്ചവരായതുകൊണ്ട് ഇനി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിനേക്കാളും കണ്ടവർ പരസ്പരം പറയുന്ന നല്ല വാക്കുകളാണ് ഈ സിനിമ വിജയിപ്പിക്കേണ്ടത്. കൂടുതൽ ആളുകളും തിയേറ്ററിൽ തന്നെ വന്ന് ചിത്രം കാണുക. ഞാനിരുന്നത് ഇതിൻ്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ്റെ അടുത്താണ്. ഇടതുവശത്ത് ചാക്കോച്ചനും വലതുവശത്ത് ലിസ്റ്റിനുമാണ് ഇരുന്നത്. അപ്പം ഞാൻ ഈ ലിസ്റ്റിന് ഇതിനിടയിൽ കുറേ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജുകൾ തട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ലിസ്റ്റിന് പോകാൻ കണ്ടപ്പോൾ മനസ്സിലായി സംഗതി ഏറ്റിട്ടുണ്ട്. എല്ലാ തിയേറ്ററുകളിൽ നിന്നും നല്ല വിളികളും നല്ല പൈസയും കിട്ടിക്കൊണ്ടിരിക്കുന്ന സൂചന, ഇങ്ങനെ മെസ്സേജ് തട്ടി പുള്ളിയുടെ മുഖത്തെ സന്തോഷത്തിൽ നിന്നാണ് ഞാൻ ഈ പടം നല്ല വിജയമാണെന്ന് മനസ്സിലാക്കിയത്. ഇപ്പോഴും തികഞ്ഞ സന്തോഷത്തോടുകൂടി ലിസ്റ്റിന് ഇവിടെ നിൽക്കുന്നുള്ളൂ. നിങ്ങളുടെ പടമല്ലേ? ഭയങ്കര അധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 3-ാം തീയതിയാണ് ആക്ച്വലി സിനിമ റിലീസാവുന്നത്. അതുപോലെ തന്നെ കൊറോണ വന്നതുകൊണ്ടിട്ടാണ് നമുക്ക് തിയേറ്റർ അടയ്ക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഇപ്പോഴാണ് സെക്കൻഡ് ഷോ കൂടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ഇറങ്ങുന്നതിൽ ആദ്യമായിട്ടുള്ള ഫാമിലി പടം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ എല്ലാ തിയേറ്ററുകളിലും ഞാൻ വിളിച്ചു, എല്ലായിടത്തും നല്ല റെസ്പോൺസാണ്. അതിന് ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്, സന്തോഷം. നിരന്തരമായി ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന ജിസ് ജോയ്, എന്താ ജിസ് ജോയ് മാജിക്? ഒന്നുമില്ല, ദൈവാനുഗ്രഹമാണ്, വേറെ ഒന്നുമില്ല. മാത്രം നിൽക്കുന്നതിലുള്ള ഒരു പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള, ചിരിപ്പിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ശരിയുള്ള സിനിമകൾ ഉണ്ടാക്കുന്നത്. മോഹൻകുമാർ ഫാൻസും അങ്ങനെ ഉണ്ടാക്കിയ ഒരു സിനിമയാണ്, ചിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിനിമയാണ്. അത് വർക്കൗട്ടായി എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾ സിനിമ ഉണ്ടല്ലോ അല്ലേ? ഇഷ്ടമായില്ലേ? ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അല്ലേ? ഓക്കെ. ചാക്കോച്ചനെ മിക്ക സിനിമകളിലും സെലക്ട് ചെയ്യുന്നല്ലോ. മിക്ക സിനിമയിൽ ചാക്കോച്ചനോട് എൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കില്ലേ ചാക്കോച്ചൻ എൻ്റെ സിനിമയിൽ? അടുത്ത പടം തുടങ്ങുന്ന ആസിഫിനെ വെച്ച്. അത് അടുത്ത ഈ ഒരു 1 ഇയറിനുള്ളിൽ കാണും. ഇപ്പോൾ തുടങ്ങും, അടുത്ത മാസം. വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഈ ചോക്ലേറ്റ് നടന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു? അങ്ങനെയൊന്നുമില്ലെന്നേ, ഓരോ സിനിമകളുടെ കഥകൾ ഓരോ സമയത്ത് വന്ന് പെടുന്നതല്ലേ. അപ്പോൾ ഇത് അങ്ങനെ ഉണ്ടാക്കിയ സിനിമയാണ്. ഈ പടത്തിൻ്റെ വരികൾ? അതെ, വരികൾ എഴുതിയിട്ടുണ്ട്, 7 പാട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. കുറേ ചിരിക്കാനുള്ള സിനിമയാണ്. താങ്ക് യു. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ നല്ല റിവ്യൂസ് കേൾക്കുമ്പോൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്ത് റിലീസ് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ട്. എല്ലാവരും പോയി കാണുക, കാണാത്തവർ ഇനിയും പോയി കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചാക്കോച്ചൻ, സിദ്ദീഖ് സർ, എല്ലാവരെയും പറ്റി പറയാൻ ഇഷ്ടം പോലെ പറയാനുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. ചാക്കോച്ചൻ ആവട്ടെ, സിദ്ദീഖ് സർ ആവട്ടെ, എല്ലാവരും ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഗംഭീര പെർഫോമേഴ്സാണ്. അപ്പം അവരുടെ കൂടെ ഇരുന്ന് കാണുക, അല്ലെങ്കിൽ അവരുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക. ഇപ്പോഴും ഞാനിങ്ങനെ ഒരു വണ്ടർലാൻഡിൽ വന്ന ഫീലാണ്. ഭയങ്കര ഹാപ്പി. വളരെ നല്ല സിനിമയാണ്. മോഹൻകുമാർ ഫാൻസിൻ്റെ ഒരു ഫാൻസായിട്ടായിരിക്കും നല്ലൊരു ശതമാനം ആൾക്കാരും ഈ സിനിമ കണ്ട് വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് ഹാർട്ട് ടച്ചിങ് മൂവ്മെൻറ്റ്സ് ഉള്ള, ഒരുപാട് സോൾ സ്റ്റിയറിംഗ് മൂവ്മെൻറ്റ്സ് ഉള്ള ഗംഭീര പെർഫോമൻസ് ഉള്ളൊരു മൂവി. തീർച്ചയായും ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൻ്റെ കൂടെയാണ് വന്നത്. എൻ്റെ അമ്മയും വൈഫും കുട്ടിയായിട്ടൊക്കെ വീണ്ടും, മുത്തശ്ശിയായിട്ടൊക്കെ വീണ്ടും പോയി കാണും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. Hindi natin